ഹലോ, വെൽക്കം ടു വർണാസ് കിച്ചൺ ടേൽസ്. ഇന്ന് നമ്മൾ പഴം നിറച്ചതാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാം, വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായിട്ട് 1/4 കപ്പ് തേങ്ങ നമുക്ക് വേണം. ഫ്രഷ് തേങ്ങ ഞാനിവിടെ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്കൊരു 5-10 അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കിസ്മിസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നെയ്യിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഒപ്പം 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പഞ്ചസാര ഇതിൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് നേരം ഇട്ട് വറുത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടി വെക്കുക. ഇനി നമുക്കൊരു മൈദയുടെ മിക്സ് ഉണ്ടാക്കിയെടുക്കണം. 2 ടേബിൾ സ്പൂൺ മൈദയും 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരുപാട് ലൂസായി പോവരുത്. 2 നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കറുക്കാൻ തുടങ്ങിയ പാകത്തിലുള്ള പഴമാണ് എടുക്കേണ്ടത്. ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുക. ഇനി ഈ 2 സൈഡും കേർവ്ഡ് ആയിട്ടുള്ളതാണ്. ഈ 2 സൈഡും അല്ലാതെ ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഈ നടുക്കുള്ള ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. 2 എൻഡിൽ നിന്നും കുറച്ച് വിട്ടിട്ട് വേണം ഈ കട്ടിങ് തുടങ്ങാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ പഴവും ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിങ്ങനെ വിടർത്തിയിട്ട് ഇതുപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് എടുക്കണം. നമുക്ക് ഇതിനുള്ളിലേക്കാണ് തേങ്ങയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഴത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. പക്ഷെ 2 എൻഡും കട്ടായി പോവരുത്. ഇനി ഇതിനുള്ളിലേക്ക് നമ്മുടെ ഈ മിക്സ് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് അമർത്തി ഫില്ല് ചെയ്ത് കൊടുക്കുക. പതിയെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് ഫില്ല് ചെയ്തെടുക്കുക. ഇത് പതുക്കെ ഉള്ളിലേക്ക് വെച്ച് സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിനുള്ളിലേക്ക് ഒരുപാട് സ്പേസ് ഉണ്ടാവും. അപ്പം അതിലൊക്കെ നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. 2 പഴത്തിലും നന്നായിട്ട് ഇപ്പോൾ തേങ്ങയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ മൈദയുടെ മിക്സ് വെച്ചിട്ട് ഈ ഭാഗം മാത്രം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇവിടെ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള മിക്സ് ആയിരിക്കണം. ഒരുപാട് ലൂസായി പോയാൽ അതങ്ങ് ഒലിച്ചു പോവും. നല്ല ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്ക് ഈ പഴം ഇട്ട് കൊടുക്കാം. മൈദയുടെ മിക്സ് വെച്ച് കവർ ചെയ്ത ആ ഭാഗം എണ്ണയിലേക്ക് വരുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക. 2 ഭാഗവും നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് ബ്രൗൺ കളർ ആക്കിയിട്ട് എടുക്കണം. ഏകദേശം എല്ലാ ഭാഗവും അത്യാവശ്യം ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പതിയെ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പം നമ്മുടെ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ബൈ.